Yes. Yes. Costing. Yes. High all. Cost accounting is a specialized branch of accounting that classify, records, and allocate expenditure for determining product and services of costs and profitability and managing the costs. ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് ക്ലാസിഫൈ ആൻഡ് റെക്കോർഡ്സ് ആൻഡ് അലോക്കേറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമിനിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫ് കോസ്റ്റ്. ഒരു ഗുഡ്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ, അതായത് ഒരു ഗുഡ്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിനു വേണ്ടിയുള്ള ചെലവുകൾ എന്തുകളാണ്, അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അതിൽ ആ മാനേജ് ചെയ്ത ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടാം, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് preparing the periodical statements and reports. It includes preparing the periodical statement and the report for controlling the cost and managerial decision making. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കോസ്റ്റ് ഗുഡ്സുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഗുഡ്സുകൾക്ക് അതിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ആ ഗുഡ്സിന്റെ നിർമ്മാണം എല്ലാം നോക്കേണ്ടത്. Cost accounting provides the essential information for an effective management decision making, cost control, and overall business performance. It is support the strategic planning, help the business stay competitive, and contribute the achievement of final goal. ഈ ഗുഡ്സുകൾ എല്ലാ ചെലവുകളും മുടക്കി ഈ ഗുഡ്സുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ഗുഡ്സുകൾ നിർമ്മിക്കുക, അതിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ അതിന്റെ ചെലവുകൾ മുടക്കി പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഗുഡ്സുകൾ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ വരുന്ന സമയത്ത് വളരെ കോമ്പറ്റീഷൻ ഉണ്ടാകും. ഈ കോമ്പറ്റീഷനെ തരണം ചെയ്തെങ്കിൽ മാത്രമേ ശരിയായതില്ല പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുഡ്സുകൾ നിർമ്മിച്ച് അതിനാവശ്യമായ ചെലവുകൾ എന്തെല്ലാം വരാം, ആ ചെലവുകൾ നിർവഹിച്ചുകൊണ്ട് മാനേജ് ചെയ്ത് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സുകൾ അത് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ഗുഡ്സുകളെല്ലാം പ്രൊഡ്യൂസ്. അപ്പൊ ഇവയെ കുറിച്ച്, അപ്പൊ കോസ്റ്റ് ഗുഡ്സ് നിർമ്മിക്കുന്നതിനെ കുറിച്ച്, അതിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച്, അതിന്റെ ചെലവുകളെല്ലാം കൺട്രോൾ ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഓൾ രീതിയിലുള്ള ഒരു പഠനമാണ് ഇതിനകത്ത്. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയുന്നത് ദി amount of expenditure incurred on and attributable to given things. ഒരു ഗുഡ്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെലവുകൾ ഏതാണ്, അതായത് ദി amount of expenditure incurred on or attributable to given things. ഒരു ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെലവുകൾ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ദി ടേം കോസ്റ്റിംഗ് സിഗ്നിഫൈ ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. സാങ്കേതികപരമായിട്ട് ഒരു ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകളെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തു നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെലവ്. അതിന് സാങ്കേതികപരമായിട്ട് പലരും അതിന്റെ പ്രൊഡക്ഷൻ രീതിയിലും അതിന്റെ ലേബർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഇതെല്ലാം കൂടി ഒരു സാങ്കേതികമായ രീതിയിൽ ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിനെ കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നു. അതായത് ടേം കോസ്റ്റിംഗ് സിഗ്നിഫൈ ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്.
സാങ്കേതികപരമായി ഓരോ പ്രക്രിയയിൽ ഉണ്ടാകുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് various costs incurred in the operation of an enterprise. For cost accounting is the process of recording. Cost accounting is the process of recording രേഖപ്പെടുത്തുക, and classifying തരംതിരിക്കുക, allocating and reporting of various costs. പല വ്യത്യസ്ത രീതിയിലുള്ള കോസ്റ്റുകൾ ഉണ്ടാകും. Incurred in the operation of an enterprises. Incurred in the operation of an enterprises. ഇപ്പൊ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് നേരിട്ടുള്ള ചെലവ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെലവിനെ കോസ്റ്റ് എന്ന് പറയും. അത് സാങ്കേതികപരമായിട്ട് അതിൽ പല ചെലവുകൾ വരുന്നത് എങ്ങനെയാണ്, അത് സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ കോസ്റ്റിംഗ് എന്ന് പറയും. ഈ കോസ്റ്റിങ്ങിനെ തരം തിരിച്ച് അത് റിപ്പോർട്ട് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്പ് ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻ. അതായത് ദി കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഓഫ് വെരി മച്ച് ഹെൽപ്ഫുൾ എസ്പെഷ്യലി ടു ദ മാനേജ്മെന്റ്. ദിസ് ഡിവൈസസ് ഡിസൈൻ ടു എഫക്ട് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഇതെല്ലാം ദ യൂട്ടിലിറ്റി ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർ ലിസ്റ്റഡ് ആസ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ യൂട്ടിലിറ്റി, അതിന്റെ ഉപയുക്തത എന്താ? അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്പ് ദി ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീൻ. അതായത് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻസ് ഇതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതായത് ഹ്യൂമൻ ബീയിങ്, അതായത് മെൻ, മെറ്റീരിയൽ വസ്തുവകള്, ആൻഡ് മെഷീൻ, ഇതെല്ലാം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടാം. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. സെക്കൻഡ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് ദ റിക്വയർ കറക്റ്റീവ് ആക്ഷൻ. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് കറക്റ്റീവ് ആക്ഷൻ, ശരിയായ രീതിയിൽ ആക്ഷൻ വേണം. ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻ. അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ് ഐഡന്റിഫൈ ദ ഏരിയ ദാറ്റ് റിക്വയർ ദ കറക്റ്റീവ് ആക്ഷൻ. ശരിയായ തീരുമാനങ്ങൾ എടുത്തു വേണം ഈ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ. നമ്പർ 3, ഇറ്റ് ഹെൽപ്പ് ദ മാനേജ്മെന്റ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ഇതിന് ചില നയങ്ങൾ രൂപീകരിക്കും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ദി അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ടു ദ വേരിയസ് പ്രോബ്ലംസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടും. നെക്സ്റ്റ്, കോസ്റ്റിംഗ് ഹെൽപ്പ് ദ മാനേജ്മെന്റ് ഇൻ മേക്കിംഗ് ഷോർട്ട് ടേം ഡിസിഷൻ by the use of technique like marginal costing and standard costing. For costing help, costing management is to making the short term decision. ഒരു നമ്മൾ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കും. ബൈ ദ യൂസ് ഓഫ് ടെക്നിക്, അതിന് വേണ്ടത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ആ ഗുഡ്സുകൾ ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, it to provide the useful data for the preparation of final account by giving cost of closing stock or raw material, work in progress and finished goods. അതിന് വേണ്ട വിധത്തിൽ ഈ കോസ്റ്റിംഗ് സിസ്റ്റത്തിന് യൂസ്ഫുൾ ഡാറ്റ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഈ ഫൈനൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു വർഷത്തിന്റെ അവസാനം തയ്യാറാക്കപ്പെടുന്ന ഒരു അക്കൗണ്ടാണ് ഫൈനൽ അക്കൗണ്ട്. ഈ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന സമയം എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടി, എന്തുമാത്രം ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്, ഇവയെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുവാൻ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ് ദി യൂസ്ഫുൾ ഡാറ്റ
ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുവാനും by giving the cost of closing stock or raw material and work in progress and finished product. എന്തുമാത്രം ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സുകൾ, എന്തുമാത്രം ഗുഡ്സുകൾ വിറ്റു, എന്തുമാത്രം ബാലൻസ് ഉണ്ട്, എന്തുമാത്രമാണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അറിയപ്പെടും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ദ ഡാറ്റാബേസ് ഫോർ ദ റെഫറൻസ് ടു ദ ഗവൺമെന്റ്, wages and tribunal and trade union etc. അതായത് ടു പ്രൊവൈഡ് ദ ഡാറ്റാബേസിൽ റെഫറൻസ് ടു ഗവൺമെന്റുമായി ഒരു റെഫറൻസ് ഉണ്ടാക്കി. ഇതും ഈ പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഒരു ഇൻഫർമേഷൻ, അതിനകത്ത് എന്തുമാത്രം ടാക്സ് വരാം, എന്തുമാത്രം മെറ്റീരിയലിന്റെ ചാർജുകൾ, ഇങ്ങനെയെല്ലാം എല്ലാ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കി ഗവൺമെന്റുമായിട്ടുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യണം. ഇറ്റ് ഹെൽപ്പ് ദ ഫിക്സിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വില എത്ര നിശ്ചയിക്കും, അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ വിലകൾ എത്രയാന്ന് നിശ്ചയിക്കാൻ പറ്റൂ. ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചാൽ ഉൽപാദന ചെലവ്, അത് ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണ്, ഒരു ഗുഡ്സ് നിർമ്മിക്കുന്നതിന് ഡയറക്റ്റ് കോസ്റ്റ്, ഇവയെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കി. ഈ ഡയറക്റ്റ് കോസ്റ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഗുഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ചെലവുകൾ എത്ര, അതിനകത്ത് മെറ്റീരിയൽ എത്ര വന്നു, ലേബർ എത്ര വന്നു, മറ്റുള്ള ചാർജുകൾ, മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള ചാർജുകൾ എത്ര വന്നു, അതിന്റെ ഫ്യൂൽ ആൻഡ് പവർ, ഇവയെല്ലാം ആണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും. എങ്കിൽ മാത്രമേ അതിന്റെ വില എത്രയാണ് നിശ്ചയിക്കേണ്ട, വില ഫിക്സ് ചെയ്യേണ്ട വില എത്രയാണെന്ന് അറിയാം. വിലകൾ ഫിക്സ് ചെയ്യുന്നത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ബേസിസ് കൊണ്ടായിരിക്കും. അപ്പൊ ഈ വില ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം. ഇതേ ഫോർമുലയിലായിരിക്കും പോട്ടെ. പിന്നെ to help the formation of cost centers and responsibility centers exercise the control. ഇതിന് ഒരു കോസ്റ്റ് സെന്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിന് ഉത്തരവാദിത്വം. ഇറ്റ് ഹെൽപ്പ് ദ ഫിക്സിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു, ഫിക്സിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്ഷൻ നിശ്ചയിക്കുന്നത് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. നെക്സ്റ്റ്, കോസ്റ്റിംഗ് ഫെസിലിറ്റി യൂസ് ഫോർ ദ സ്പെഷ്യലൈസ്ഡ് ടെക്നിക് ലൈക്ക് കോസ്റ്റ് പ്രൊഡക്ഷൻ. നമ്മൾ ഒരു പ്രൊഡക്ഷൻ നടത്തപ്പെടാം, അതായത് ഇത്ര ചെലവ് വരാം, ഇത് മുൻകൂട്ടി കണ്ട് ഒരു പ്രൊഡക്ഷൻ നടത്തും. ആൻഡ് വാല്യൂ അനലൈസസ്, ഇതിന്റെ വാല്യൂവിനെ അനലൈസ് ചെയ്യും. നെക്സ്റ്റ്, കോസ്റ്റിംഗ് ഫോക്കസസ് attention to the profitability of each product and services. So, unlike the financial accounting, which present the profitability for company as a whole. So, ഈ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കമ്പനി ശരിയായാലും നിലനിന്ന് പോകാൻ പറ്റൂ. അത് റൺ ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു അറ്റൻഷൻ വേണം. It enabled the comparison of performance or result between the different periods or different frames. അപ്പോ ഇവിടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതായത് വ്യത്യസ്ത രീതിയിലുള്ള കമ്പനികൾ എടുത്താൽ അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇവയെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ചുരുക്കം പറഞ്ഞാല് ഈ കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് നേരിട്ടുള്ള ചെലവ് എത്രയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാങ്കേതികപരമായിട്ട് അതിന് ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതിനെ കോസ്റ്റിംഗ് എന്ന് പറയുന്നു. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓരോ കോസ്റ്റും, അത് ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ, ഓരോ ഘട്ടങ്ങളിൽ വരുന്ന ചെലവുകൾ, ഇവ റിപ്പോർട്ട് ചെയ്ത് അത് വേണ്ട വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 ടേംസ് നമുക്ക് കാണാം. ഒന്ന് കോസ്റ്റ്, സെക്കൻഡ് വൺ കോസ്റ്റിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ട്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഗുഡ്സുകൾ നിർമ്മിച്ച് അത് ഔട്ട്സൈഡേഴ്സിനെ വിൽക്കുമ്പോൾ അവിടെ ആ ഗുഡ്സ് നിർമ്മാണ ഘട്ടം
അത് കഴിഞ്ഞിട്ട് അത് വിൽക്കുന്നത് വരെയുള്ള വിറ്റ് കഴിഞ്ഞ് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയെ കുറിച്ച് ശരിയായുള്ള സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അപ്പൊ ഇവിടെ നീഡ് ഫോർ കോസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. എന്താണ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവ് എക്സ്പെൻഡിച്ചർ ഇൻ ദ മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ദി എക്സ്പെൻഡിച്ചർ ഇൻ ദ മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് വസ്തുക്കള്, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ് വിത്ത് ദ മെയിൻ ഗോൾ ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് മൂന്ന്, അതായത് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്, ഇത് മൂന്നും കൂടെ കൂടുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ, ഇതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്സ് നിർമ്മിച്ചാൽ കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, ഏണിംഗ് എ പ്രോഫിറ്റ്. To accurately manage this cost, it is a crucial identify costs, profit and prices. ഇതിനെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യേണ്ടത് കോസ്റ്റ് എത്ര, അതിന്റെ ചെലവ് എത്രയാ, ആ ഗുഡ്സ് നിർമ്മിക്കാനുള്ള ചെലവ് എത്ര, അതിന് എത്ര പ്രോഫിറ്റ് കിട്ടണം. ഈ പ്രോഫിറ്റും ചെലവും കൂടെ കൂട്ടുമ്പോഴാണ് അതിന്റെ പ്രൈസ് നിശ്ചയിക്കാൻ പറ്റും. ആ പ്രൈസ് നിശ്ചയിച്ചിട്ട് വേണം ഗുഡ്സ് വിൽക്കാൻ. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഐഡന്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷൂ ഫാക്ടറിയില് 20 rupees മെറ്റീരിയല്, 30 rupees ലേബർ ആൻഡ് 25 ഈസ് ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെലവാണ്. അപ്പോ 20 + 30 50, 50 + 25 എന്ന് പറയുമ്പോൾ ഓവർഹെഡ്, മറ്റുള്ള ചെലവുകൾ. ഇങ്ങനെയുള്ള ഷൂ അത് വിൽക്കുന്നത് 100 rupees. അപ്പോ 20 രൂപ മെറ്റീരിയൽ അതിന്റെ വസ്തുവിന് ആവശ്യമാണ്, അതിൽ 30 രൂപ എന്ന് പറയുന്നത് ലേബർ ആവശ്യമാണ്, അതിന്റെ 25 rupees ഓവർഹെഡ് മറ്റുള്ള ചെലവുകളുണ്ട്. അപ്പോൾ 20 + 30 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 75. ഇത് വിൽക്കുന്നത് 100 rupees ആണ്. അപ്പോ 100 rupeesന് വിൽക്കുന്നതെങ്കിൽ അവിടെ ലാഭം കിട്ടുന്നത് 25 rupees ആയി. അപ്പോ ഈ 25 കിട്ടുന്ന രീതിയിലായിരിക്കും അതിന്റെ ഗുഡ്സ്, ഓരോ കാര്യങ്ങൾ അതിന്റെ ഐഡന്റിഫൈ ചെയ്ത് ഓരോ അത്ര ചെലവ് വരാം, ഇത്ര മെറ്റീരിയൽ എത്ര വരുന്നു, ഇത്ര ലേബർ വരുന്നു, മറ്റുള്ള ചെലവുകൾ വരുന്നു. ഇതെല്ലാം നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം, പ്ലാൻ ചെയ്ത് അതിന്റെ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാൻ. ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും, ചില പരിധികൾ ഉണ്ടാവും. The financial account system lacked detailed operating information for each department, process, and product within the organization, classifying expense and direct and indirect, fixed or variable. അപ്പോ നമ്മൾ ഈ ചെലവുകളെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ്, ഫിക്സഡ്, വേരിയബിൾ. ഈ ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സ് നിർമ്മിക്കുന്നതിന് നേരിട്ടുള്ള ചെലവിനെയാണ് ഡയറക്റ്റ്. നേരിട്ടുള്ള ചെലവ് ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഈ ഗുഡ്സ് ഡയറക്റ്റ് കൂടാതെ ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പോളിഷ് ചെയ്ത് ഗുഡ്സ് നിർമ്മിച്ച് അതിന് പോളിഷ് ചെയ്യുന്നു, അതിന് വൃത്തിയാക്കുന്നു, അങ്ങനെയുള്ള ചെലവുകൾ, ക്ലീൻ ചെയ്യുന്നു, ഇതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. പിന്നെ ചില കോസ്റ്റുകൾ ഫിക്സഡ്. ഫിക്സഡ് എന്ന് വെച്ചാൽ എല്ലാ സമയത്തും അതിന്റെ ചെലവുകൾ എപ്പോഴും ഫിക്സഡ് ആണ്, അത് ചേഞ്ച് ചെയ്യൽ. ചിലത് വേരിയബിൾ ആയി. വേരിയബിൾ എന്ന് വെച്ചാൽ മാറ്റം സംഭവിക്കാം. അപ്പോ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഫിക്സഡ്, വേരിയബിൾ, ഇങ്ങനെ ഇതിനെ പലതായിട്ട് തിരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ, അപ്പൊ ഇങ്ങനെ തിരിക്കുമ്പോൾ അതിനകത്ത് ചില ചേഞ്ചുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില ചേഞ്ചസുകൾ അതിനകത്ത് വരാം. അതിനെ നമ്മൾ ലിമിറ്റേഷൻസ് എന്ന് പറയും. ചില പരിധികളുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെലവുകൾ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല, ചില മാറ്റങ്ങൾ വരാം, ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയും. ഇനി കോസ്റ്റിംഗ് ആൻഡ് ദി എക്കോണമി.
costing is the crucial in the modern economy due to the global competition, limited resources, and complex management, fast decision, and special responsibility, optimal profit. So, ഈ costing in a modern economy is like global competitions, limited resources. ചിലപ്പോൾ നമ്മൾ റിസോഴ്സസ് ആവശ്യത്തിനില്ല. And management ഒരു കോംപ്ലക്സ് ഉണ്ട്, കോംപ്ലക്സ് ഇൻ മാനേജ്മെന്റ്, and fast decision, and special responsibility, and the optimal profit. അതായത് ഈ കോസ്റ്റിംഗിൽ ഒരു ക്രൂഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മോഡേൺ എക്കോണമിയിൽ ഗ്ലോബൽ ഒരു ഭയങ്കര കോമ്പറ്റീഷൻസ്. നമ്മളിപ്പോ ഗ്ലോബൽ മാർക്കറ്റിലെ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഈ ഓരോ ഗുഡ്സ് ഓരോ രാജ്യത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻസ്, അതിന്റെ കോമ്പറ്റീഷൻ വരുന്ന ചില കാര്യങ്ങളല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ്, വേണ്ടത്ര വിഭവങ്ങൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മെറ്റീരിയൽ ലഭ്യമാവുന്നില്ല, മാനേജ്മെന്റിന് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ വരണം. ഇങ്ങനെ വന്നാൽ ഒപ്റ്റിമൽ പ്രോഫിറ്റ്, നമ്മൾ വേണ്ടത്ര ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ കോസ്റ്റിംഗിൽ വരാം. ഇറ്റ് ഹെൽപ്പ് ദം ഇൻ പ്രൈസിങ് ആൻഡ് ചെക്കിംഗ് വേസ്റ്റേജ് ആൻഡ് കൺട്രോളിങ് ദ റിസോഴ്സസ്. അതായത് ഒരു ക്രൂഷ്യൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ദ പ്രൈസിങ് വില നിശ്ചയിക്കുന്ന കാര്യത്തിലും, ആൻഡ് ചെക്കിംഗ് ദ വേസ്റ്റേജ് ചെക്ക് ചെയ്യുന്ന കാര്യത്തിലും, കൺട്രോളിങ് ദ റിസോഴ്സസ് ആൻഡ് മാനേജിങ് പ്രോസസ് ആൻഡ് ഡാറ്റ ഫ്ലോ ആൻഡ് ഫുൾഫില്ലിംഗ് സോഷ്യൽ ഒബ്ലിഗേഷൻ. അപ്പൊ ഇവിടെ വിലകൾ നിശ്ചയിക്കുന്നതിനും വേസ്റ്റേജിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനും അതിന്റെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ചില വ്യത്യസ്ത രീതികൾ വരാം. With the increasing the confidence and costing, many industrial establishments apply to manage their economic assignment, ensuring efficient performance of financial and personal and production and marketing activities. അതായത് ഇവിടെ വളരെ കാര്യക്ഷമതമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായാൽ മാത്രമേ അത് ഫിനാൻഷ്യലായാലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനായാലും പേഴ്സണലായിട്ടും ഒരു വളരെ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ഈ കോമ്പറ്റീഷനെ ഓവർകം ചെയ്യാൻ പറ്റൂ. ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സുകൾ, അതിന്റെ ചെലവുകൾ കുറച്ച്, മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറച്ച് മാക്സിമൈസ് ദ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഗുഡ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉദ്ദേശിക്കുന്നത് പല പ്രോസസ് ഉണ്ട്. പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രക്രിയ. ഒരു ഗുഡ്സ് നിർമ്മിക്കുന്നത് പല സ്റ്റേജിൽ കൂടി കടന്നു വരുന്നത്. ഓരോ സ്റ്റേജസിലും ചെലവുകളുണ്ടാവും. ഓരോ സ്റ്റേജുകൾ നിശ്ചയിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് റെക്കോർഡിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എൻഡിങ് വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ മോർ കോംപ്രിഹെൻസീവ് ടേം ദാൻ കോസ്റ്റിംഗ്, which involve the classifying, recording, allocating expenditure, determining costs. നമ്മൾ ഈ കോസ്റ്റിനെ അതിന്റെ ചെലവുകൾ ഉണ്ടാകുന്നതിനെ പല തരം തിരിക്കും. അത് ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ, അത് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിൽ വരുന്ന ചെലവുകൾ, ഇങ്ങനെ പല പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ അത് ശരിയായ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ഡിസിഷൻ എടുത്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ് ദ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻകവും എക്സ്പെൻഡിച്ചർ, എത്ര ഇൻകം വരാം, എത്ര എക്സ്പെൻഡിച്ചർ വരാം, ഇതിനൊരു എസ്റ്റിമേഷൻ ഉണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇനി ഫ്യൂച്ചർ എസ്റ്റിമേഷൻ ഉണ്ട്. അപ്പൊ ഈ ഫ്യൂച്ചർ എസ്റ്റിമേഷനെയാണ് നമ്മൾ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
ഒബ്ജക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റ് ആൻഡ് ലക്ഷ്യം എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് എയിം ടു ഡിറ്റർമിൻ product and service costs. Cost accounting aim to determine product and service costs. Fix the selling prices, analyze the cost element. Analyze the cost element, identify the waste causes and control costs, and communicate cost information to the management. Assess the efficiency of departments and produce the cost statement for entering review of future activities. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സമയത്തുള്ള എയിം, അതിന്റെ പ്രധാനപ്പെട്ട എയിം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസസ്, അനലൈസ് ദ കോസ്റ്റ് എലിമെന്റ്. ഓരോ എലിമെന്റ് കോസ്റ്റ് ചെലവുകൾ വന്നിരിക്കുന്നത് ഏതെല്ലാം വിധത്തിൽ, അതിനെ പിന്നെ കൺട്രോൾ, കോസ്റ്റിനെ കൂടുതൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ കോസ്റ്റ് ഇൻഫർമേഷൻ ടു മാനേജ്. അതിന് മാനേജ്മെന്റിന് അപ്പോൾ ഇങ്ങനെ ഓരോ ചെലവുകൾ കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെലവിൽ വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ അത് മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നത് ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് അസസ് ദി എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ കാര്യക്ഷമത, ശരിക്കും പ്രവർത്തനം ഉള്ളത്, അത് ശരിക്കും നോക്കും. എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെന്റ് and produce the cost statement for interim review or future activities. It is an essential branch of accounting for cost efficiency and promoting the economic production costs. So it is an essential branch of accounting for the cost efficiency and the കാര്യക്ഷമത എങ്ങനെയുണ്ട് ഇവ മനസ്സിലാക്കിയത്. എന്നിട്ടാണ് promoting the economic production, അതിന്റെ പ്രൊമോഷൻ കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് അതിന്റെ ഡെവലപ്മെന്റ് സൂചിപ്പിക്കും. ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ചില വ്യത്യാസങ്ങളും. കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ ടു ഡിസ്റ്റിങ്ക്ട് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് രണ്ട് ബ്രാഞ്ചുകളാണ്. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസസ് ഓൺ ഡിറ്റർമിനിങ് the cost of producing goods or services with an organization. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് an organization. ഗുഡ്സുകൾ നിർമ്മിക്കുക, ആ ഗുഡ്സുകൾ നിർമ്മിച്ച് അതിൽ എന്തെല്ലാം സേവനങ്ങൾ നടത്താൻ പറ്റുന്നു, ഇവയെ കുറിച്ചുള്ള പഠനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേ സമയത്ത് അപ്പോ produce the goods and services with an organization, helping the management make internal decision like setting prices and optimizing resource of allocation. അപ്പോൾ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സുകൾ നിർമ്മിക്കുന്നു, അതിന്റെ സേവനങ്ങൾ ചെയ്യുന്നു, അതായത് അതിന്റെ വിലകൾ നിശ്ചയിക്കുന്നു, മാനേജ്മെന്റിന് ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു പീരിയോഡിക്കൽ രീതിയിലായിരിക്കും അതിന്റെ ഈ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേ സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമയത്തോളം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട് ദ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഡാറ്റ ഓൺ ദ ആനുവൽ ബേസിസ്, ടിപ്പിക്കലി അക്കോർഡൻസ് വിത്ത് GAAP ആൻഡ് IFRS. അതായത് ഒരു വർഷത്തിന്റെ അവസാനം ഈ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഫിനാൻഷ്യൽ. കോസ്റ്റിംഗിന്റെ സമയത്തുള്ള വ്യത്യാസം, കോസ്റ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനിൽ വരുന്ന ചെലവുകള്, അതിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതികള്, ഇവയെ കുറിച്ച് മാനേജ്മെന്റിന് ഇൻഫർമേഷൻ കൊടുക്കുകയും മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുകയും ചെയ്യും. അതേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമയത്തുള്ള ഒരു വർഷത്തിന്റെ അവസാനം ഈ ബിസിനസ്സിനുണ്ടായിരിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇവ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ ഫൈനൽ അക്കൗണ്ട് അല്ലാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അക്കോർഡിംഗ് ടു ഡീൽസ് വിത്ത് ദ ഡീറ്റെയിൽഡ് കോസ്റ്റ് അനാലിസിസ്
tracking cost and associated with the specific product, department or project. While the financial accounting provides a broader perspective and summarizing overall financial health and performance of the organization. So, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ വിത്ത് ദ ഡീറ്റെയിൽഡ് കോസ്റ്റ് അനലൈസിസ്. ഡീറ്റെയിൽ ദ കോസ്റ്റ് അനലൈസ് ചെയ്യപ്പെടണം. ആൻഡ് ട്രാക്കിംഗ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് പ്രൊഡക്റ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓർ പ്രൊജക്ട്. അപ്പോ ഈ കോസ്റ്റിനെ എല്ലാ വിധത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുള്ള കോസ്റ്റിനെ അസോസിയേറ്റ് ചെയ്ത് അതിൽ അസോസിയേറ്റ് ചെയ്യുകയും ആ കോസ്റ്റ് എങ്ങനെ ഏതെല്ലാം വിധത്തിലാണ് ആ കോസ്റ്റ് വന്നിരിക്കുന്നതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമയത്തോളം ഒരു പെർസ്പെക്റ്റീവ് സമ്മറൈസ് ദ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സംബന്ധിച്ചും ഓവറോൾ എല്ലാ കാര്യത്തിലും ഒരു മുഴുവനായിട്ട് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി അതിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതായത് ഇത് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ ഇല്ലയോ, എന്റെ പെർഫോമൻസ് ഏതെല്ലാം വിധത്തിലാകണം, ഇവയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് മാക്സിമൈസ് ദ ഫ്യൂച്ചർ efficiency where the financial accounting compute major trend already took place the previous accounting period. So cost accounting maximize the future efficiency. ഫ്യൂച്ചർ മാക്സിമൈസ് ഫ്യൂച്ചറിൽ മാക്സിമൈസ് ദ എഫിഷ്യൻസി കിട്ടുന്ന കാര്യക്ഷമത കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പ്യൂട്ട് ദ മേജർ ട്രെൻഡ്, അതായത് ഓരോ വർഷം പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതലായിട്ട് ട്രെൻഡ് ഉണ്ടോ, ഇവയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഓൾസോ അക്കൗണ്ട് ഫോർ ദ ഫിസിക്കൽ യൂണിറ്റ്, വേറാസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൺലി ഫോർ മോണിറ്ററി യൂണിറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇപ്പോൾ ഒരു മോണിറ്ററി യൂണിറ്റ് ആയിട്ടാണ്. ഇനി അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ്, ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിന്റെ advantage of cost accounting. Cost accounting is a crucial tool for the management, providing the continuous flow of information about production, cost, material, labor, stores, plant capacity. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ ക്രൂഷ്യൽ ടൂൾ. അതായത് മാനേജ്മെന്റിന്റെ സമയത്ത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, തുടർച്ചയായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഏതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, ഉൽപാദനവും അതിന്റെ കോസ്റ്റ്, ചെലവ്, മെറ്റീരിയലും അതിന്റെ വസ്തു വിഭവങ്ങള്, ലേബർ, അതിന്റെ സ്റ്റോർസ്, പ്ലാന്റ്, ഇവയെ കുറിച്ചുള്ള കപ്പാസിറ്റി എത്രമാത്രം, പ്ലാന്റിന്റെ കപ്പാസിറ്റി എത്ര ഉണ്ട്, ഇവയെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ദ ഐഡന്റിഫൈ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ഇത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എഴുതുന്ന മുഖേന ഐഡന്റിഫൈ ദ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ഉൽപാദനമില്ലാത്ത ആക്ടിവിറ്റീസ് എന്തെല്ലാം, അവിടെ ലോസസ് എത്ര, ആൻഡ് ഇൻഎഫിഷ്യൻസീസ് എത്ര, ആൻഡ് കംപ്ലീറ്റ്സ് ദ റിലയബിൾ കോസ്റ്റ് ഡേറ്റ. അതായത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എഴുതുന്നത് മുഖേന അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്താ, ഉൽപാദനമില്ലാത്തവ ഏതാണ്, അവിടെ ലോസസ് എത്രയാണ്, ഇൻഎഫിഷ്യൻസീസ് കാര്യക്ഷമതമില്ലാത്ത എത്രയാണ്, ആൻഡ് കംപ്ലീറ്റ് ദ റിലയബിൾ കോസ്റ്റ് ഡേറ്റ, പ്രിപ്പയർ ദ ബഡ്ജറ്റ് ആൻഡ് ബിസിനസ് ഫോർകാസ്റ്റ്, ആൻഡ് മെഷേഴ്സ് എഫിഷ്യൻസി. ബിസിനസ് ഫോർകാസ്റ്റ് ചെയ്ത മെഷേഴ്സ് എഫിഷ്യൻസി ആൻഡ് ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസസ്. അപ്പോ നമ്മൾ ശരിയായ രീതിയിൽ അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി, ഉൽപാദനമില്ലാത്തവ, അവിടെ നഷ്ടം എത്ര, കാര്യക്ഷമതമില്ലാത്തത് എത്ര, അതിന്റെ കോസ്റ്റിൽ ഡിലേ വരുന്നത് എത്ര, അതിന്റെ ബഡ്ജറ്റ് എങ്ങനെ, ബിസിനസ് ഫോർകാസ്റ്റ്, ബിസിനസിനെ കുറിച്ച് മുൻകൂട്ടി കാണാൻ, അതിന്റെ എഫിഷ്യൻസി മെഷർ എത്ര, ഇത്
അതുപോലെ തന്നെ ഫിക്സിംഗ് പ്രൈസസ്, ഇതെല്ലാം ഈ കോസ്റ്റിംഗിൽ നമുക്ക് മനസ്സിലാക്കിക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഓൾസോ എയ്ഡ് ഇൻ കോസ്റ്റ് കമ്പാരിസൺ, എസ്റ്റിമേറ്റ്, ഇൻവെന്ററി കൺട്രോൾ, ഐഡന്റിഫൈ ദ ഐഡിയൽ കപ്പാസിറ്റി. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഓൾസോ എയ്ഡ് ദ കോസ്റ്റ് കമ്പാരിസൺ. കമ്പാരിസൺ താരതമ്യം ചെയ്യാൻ പറ്റും, ഒരു എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റും. ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക്, അതായത് സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ദ ഐഡിയൽ കപ്പാസിറ്റി, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ കോസ്റ്റിംഗ് ആവശ്യം. ഇറ്റ് എയ്ഡ് ഇൻ മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഒരു തീരുമാനങ്ങൾ എടുക്കുകയും, അതായത് കോസ്റ്റിംഗിനെ കുറിച്ച് നമ്മൾ കോസ്റ്റിംഗിന്റെ എഴുതി വെക്കുന്ന മുഖേന ഒരു തീരുമാനം, ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിന്റെ പോളിസീസ് നയരൂപീകരിക്കാൻ പറ്റും. Cost account is now used by the various institutions, including the hospital, transport companies, local authorities, offices, bank and education institutions. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യപ്പെടുന്നത്, സാധാരണയായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻക്ലൂഡിംഗ് ദ ഹോസ്പിറ്റല് ആൻഡ് ട്രാൻസ്പോർട്ട് കമ്പനീസ്, ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ വഴിയല്ല, ആൻഡ് ഓഫീസസ്, ബാങ്ക്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നു ഈ കോസ്റ്റ് അക്കൗണ്ട്. ഇറ്റ് ബെനിഫിറ്റ് ദ കൺസ്യൂമേഴ്സ് ബൈ പ്രൊവൈഡിങ് ദ റീസണബിൾ പ്രൈസ്. കൺസ്യൂമേഴ്സിന് ഗുഡ്സുകളെല്ലാം റീസണബിൾ പ്രൈസിന് ഗുഡ്സ് വിൽക്കപ്പെടാൻ സാധിക്കും. ആൻഡ് എംപ്ലോയീസ് ബൈ ഗ്രാൻഡിങ് ഇൻസെന്റീവ്സ്, എംപ്ലോയീസിന് ഇൻസെന്റീവ് കൊടുക്കും. അതായത് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ വാല്യൂ നിശ്ചയിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടാകാൻ അവർക്ക് കൂടുതൽ ഒരു ഇൻസെന്റീവ്, കൂടുതലായിട്ട് സാലറി കൂടാതെ അത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഇൻസെന്റീവ് കൊടുക്കും. ആൻഡ് ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ അവർക്ക് അതിന്റെ തക്കതായുള്ള രീതിയിലുള്ള റിട്ടേൺ കൊടുക്കും. ബാങ്കേഴ്സ്, ലെൻഡേഴ്സ് ആൻഡ് ഷെയർഹോൾഡേഴ്സ് ബൈ ഇവാലുവേറ്റിംഗ് ദ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അപ്പോൾ ഇവർക്കെല്ലാം മെച്ചം കിട്ടുന്ന രീതിയിലായിരിക്കും ബിസിനസ്. ആൻഡ് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ട് ദി എക്കണോമിക് ഡെവലപ്മെന്റ്. ഇങ്ങനെ എല്ലാ വിധത്തിലും മെച്ചം വരുമ്പോൾ ഇവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് രാജ്യത്തും തന്നെ ഡെവലപ്പ് ചെയ്യും. സാമ്പത്തികമായ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് തന്നെ രാജ്യം തന്നെ പുരോഗതിയിലേക്ക്. ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേറ്റ് ചെയ്യുന്നത്, അത് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ, ഇത് സിംഗിൾ കോസ്റ്റിംഗ് സിസ്റ്റം cannot suit every business due to its growing size and variety. Each organization must apply its own principle and procedures, ensuring the successful operation. Before introducing a costing system, conduct the preliminary investigation to access the product and organization. ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ് പ്രിൻസിപ്പൾ ടു പ്രൊസീജിയേഴ്സ് എൻഷുറിങ് സക്സസ്ഫുൾ ഓപ്പറേഷൻ വരണമെങ്കിൽ അതിന്റെ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും, അത് റിപ്പോർട്ട് ചെയ്യും. അവിടെ വരേണ്ടത് ഇൻട്രൊഡ്യൂസ് എ കോസ്റ്റിംഗ് സിസ്റ്റം, കണ്ടക്ട് ദ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ അസസ് ദ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് അറിയണം. ഓർഗനൈസേഷൻ ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ് എങ്ങനെ വരണം, ആൻഡ് സെല്ലിംഗ് മെത്തഡ്, ഇവയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ കോസ്റ്റിംഗ് ഇൻസ്റ്റലേഷൻ നടത്താൻ. എൻഷുർ ദ minimal disruptions of gradual implementation and combat simple and economic operation and ability to generate the periodic report. ഒരു ശരിയായ രീതിയിൽ ഒരു ഗ്രാജുവൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അത് വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓരോന്നും സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ കോസ്റ്റിംഗ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചെലവുകൾ എത്രയെന്ന് അറിയാൻ പറ്റും,
ഇൻകം എത്രയാണെന്ന് അറിയാൻ പറ്റും, പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇവയെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതിന് ഈ കോസ്റ്റിംഗ് ഇൻസ്റ്റലേഷൻ ആവശ്യം. പോസിബിൾ ഡിഫിക്കൽട്ടീസ്, ചില വിഷമതകൾ അതിനകത്ത് വരാം. Introducing a costing system can be challenging due to factors such as insufficient top management. അതായത് ഇൻസഫിഷ്യന്റ് ടോപ്പ് മാനേജ്മെന്റ് ഒരു ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ, ടോപ്പ് മാനേജ്മെന്റ് വേണ്ടത്ര ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം, റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫും മാനേജ്മെന്റും കൂടി ഒരേ രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചില ഇൻഎഫിഷ്യൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു പോസിബിൾ ഡിഫിക്കൽട്ടീസ് ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് അതേഴ്സ് ലെവൽ, ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ്, നല്ല വേണ്ടത്ര ട്രെയിൻഡ് സ്റ്റാഫ് ഇല്ലെങ്കിൽ ഒരു ഇതിനകത്ത് കോസ്റ്റിങ്ങിന്റെ സമയത്ത് ഒരു ഡിഫിക്കൽട്ടീസ് വേണം. ട്രെയിൻഡ് സ്റ്റാഫ് വേണം. ഹെവി ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഇതൊക്കെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ഓവർകമ്മിങ് ദീസ് ചലഞ്ചസ് ക്രൂഷ്യൽ. ഇങ്ങനെ വളരെ എഫിഷ്യന്റ് ആയ മാനേജ്മെന്റ് വേണം. ഈ മാനേജ്മെന്റ് എഫിഷ്യന്റ് അല്ലെങ്കിൽ, അതുപോലെ തന്നെ സ്റ്റാഫിന് വലിയ ട്രെയിനിങ് ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ഹെവി ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഇതെല്ലാം ഇതിന്റെ ഒരു പോസിബിൾ ഡിഫിക്കൽട്ടീസ്. ഇനി ഫാക്ടേഴ്സ് വി കൺസിഡർ, എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്. ബിഫോർ ഇൻസ്റ്റാളിംഗ് ദ കോസ്റ്റ് സിസ്റ്റം, കൺസിഡർ the system's objectives and business nature, management quality, organization size and type, the technical aspect, staff attitude, impact of operation on variable expense, and reconciliation between cost and financial account. Information needs and product nature and costing system type, develop integrated system through the control account. ഇവിടെ ബിഫോർ ഇൻസ്റ്റാളിംഗ് ദി കോസ്റ്റ് സിസ്റ്റം, കൺസിഡർ ദ സിസ്റ്റം ഒബ്ജക്റ്റീവ്സ്. ചില കാര്യങ്ങൾ ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യപ്പെടണം. ബിസിനസ് നേച്ചർ ആൻഡ് മാനേജ്മെന്റ് ക്വാളിറ്റി, ഓർഗനൈസേഷൻ സൈസ് ആൻഡ് ടൈപ്പ് ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ്, സ്റ്റാഫ് ആറ്റിറ്റ്യൂഡ്, ഇമ്പാക്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് വേരിയബിൾ എക്സ്പെൻസ്, വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പെൻസുകൾ വരാം. ആ റെക്കൺസിലിയേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇപ്പോ അതിന്റെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ ഒരു റിക്കൺസിലിയേഷൻ വേണം, ഒരു താരതമ്യം ചെയ്യണം, ഒരു കറക്റ്റ് ആയിരിക്കണം. ഇൻഫർമേഷൻ നീഡ്സ്, വേണ്ടത്ര ആവശ്യങ്ങളുള്ള ഇൻഫർമേഷൻ ലഭ്യമാകണം. ആൻഡ് പ്രൊഡക്റ്റ് നേച്ചർ ആൻഡ് കോസ്റ്റ് സിസ്റ്റം ടൈപ്പ്, ഡെവലപ്പ് ആൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ത്രൂ ദ കൺട്രോൾ അക്കൗണ്ട്. ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അതിനകത്ത്. ഇതൊക്കെ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ആണ്. നമുക്ക് അതിന്റെ ചില കാര്യങ്ങൾ ഇതിനകത്ത് ആവശ്യമായി വരും. ഇനി സക്സസ് ഓഫ് ദ കോസ്റ്റിംഗ് സിസ്റ്റം. കോസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ സക്സസ്, എങ്ങനെയാണ് കോസ്റ്റിംഗ് സിസ്റ്റം സക്സസ് ആവുന്ന വിജയിക്കപ്പെടുന്നത്? An effective costing system should suit the business nature, be simple and easy to operate, and receive staff cooperation, ensure the prompt information flow, be closely linked in the financial, contribute the cost control and allow the comparison of estimate with the actual result. It should be fixes, flexible, adjust easily changes. ഇവിടെ ഈ കോസ്റ്റ് സിസ്റ്റം വിജയപ്രദമാകണമെങ്കിൽ ഒരു ശരിയായ ഇൻഫർമേഷൻ ലഭ്യമാണ്, പ്രോംപ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനുള്ള ശരിയായ ആക്ഷൻ എടുക്കണം. ഈ ആക്ഷൻ അനുസരിച്ച് ഒരു കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന ചലഞ്ച്, അതായത് ചില കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ടുള്ള പ്രവർത്തനം, വളരെ കെയർഫുൾ ആയിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വിജയപ്രദമാക്കിയെടുക്കും. ഇനി ഇപ്പൊ ഞാൻ നേരത്തെ കോസ്റ്റിംഗ് എന്ന് പറയുന്നു. കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒരു വസ്തുവിന് വരുന്ന ചെലവ്, ഒരു വസ്തു നിർമ്മിക്കുന്നതിന് വരുന്ന ചെലവുകള്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിന് പല പല ചെലവുകൾ തന്നെ തരംതിരിച്ച് അത് ഐഡന്റിഫൈ ചെയ്ത് അവയെ അനലൈസ് ചെയ്ത് അക്കൗണ്ടിങ് മെത്തേഡ്സിൽ മാറ്റുന്നതിനെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾസ് ഉണ്ട്. അത് റെഡിമെയ്ഡ് ഗാർമെന്റ് ഫാക്ടറി ആണെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഗൺ ഫാക്ടറിയിലെ വേരിയസ് എക്സ്പെൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഗാർമെന്റ്. അതായത് റെഡിമെയ്ഡ് ഗാർമെന്റ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് എന്ന് നേരിട്ടുള്ള ചെലവുകൾ അതിനകത്ത്. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽ ആവശ്യമാണ്, ലേബർ കോസ്റ്റ് ആവശ്യമാണ്. റെഡിമെയ്ഡിലാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല തുണി ആവശ്യമാണ്. ലേബർ ലേബറിന്റെ ആവശ്യമാണ്. ലേബർ എന്ന് വെച്ചാൽ അതൊരു ഗാർമെന്റ്സ് ആയി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സാലറി ആവശ്യമാണ്. അവർക്ക് ലേബർ മെൻസിന് സാലറി കൊടുക്കണം, വർക്കേഴ്സിന് സാലറി കൊടുക്കണം, കട്ടിങ്ങിനവർക്ക് സാലറി കൊടുക്കണം, സ്റ്റിച്ച് ചെയ്യുന്നവർ, ഇങ്ങനെ ഒരു ലേബർ കോസ്റ്റ് അതിനകത്ത്. ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിലെ മറ്റുള്ള ചെലവുകൾ വരാം, ബിൽഡിങ്ങിന് വരാം, അതിനകത്ത് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, മെയിൻ്റെനൻസ്, റിപ്പയർസ്, ഇതെല്ലാം ചെലവ് വരാം. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഷിപ്പിംഗ് കോസ്റ്റ്, ഈ ഗുഡ്സുകളൊക്കെ അതിന്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗുഡ്സുകളെല്ലാം, അത് പ്രൊഡ്യൂസ് ചെയ്ത ഗാർമെന്റ്സിനും അതിന്റെ വരുന്നതിനും അതിന്റെ കോട്ടൺ തുണികൾ കൊണ്ട് വരുന്നതിനും അതുപോലെ തന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സുകളായിട്ട് പോകുന്നവരൊക്കെ ചെലവുകൾ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഒരു ഗാർമെന്റ്സ് റോ മെറ്റീരിയല്, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇതെല്ലാം വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പെൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് കോസ്റ്റ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സിനെ നമുക്ക് പലതരം ചെലവുകൾ വന്ന് ആ ചെലവുകൾക്കനുസരിച്ചുമായിരിക്കും അതിന്റെ പ്രോഫിറ്റ്. നമ്മൾ ചെലവുകൾ നോക്കി അതിനകത്ത് പ്രോഫിറ്റ് എത്ര ശതമാനം കിട്ടണം ഇവ നോക്കിയിട്ടാണ് വിൽക്കാൻ പറ്റും. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് ഗെറ്റ് ദ ബേസിക് ഡേറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ഗെറ്റ് എ ബേസിക് ഡേറ്റ ഫോർ എസ്റ്റിമേറ്റ് ഫ്രം ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം. അത് അവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡസ് നോട്ട് സോൺലി റിലേ ഓൺ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ബേസിക് ഡേറ്റ അല്ല അവിടെ. കോസ്റ്റിങ്ങിന്റെ സമയത്തുള്ള ബേസിക് ഡേറ്റ ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ബേസിക് ഡേറ്റ അല്ല, ഹോൾ ഓഫ് ദ ബിസിനസിനെ സൂചിപ്പിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് കൺട്രോൾ മീൻസ് ലോവർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് കമ്പനി. അത് തെറ്റാണ്. കോസ്റ്റിങ്ങിന്റെ സമയത്ത് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ചെലവുകളുണ്ട്, അത് വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഗുഡ്സ് നിർമ്മിക്കുന്ന അതിൻ്റെതായ ചെലവുകൾ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോസ്റ്റ് കൺട്രോൾ മീൻസ് ലോവർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ല, അത് തെറ്റാണ്. കോസ്റ്റിങ്ങിന്റെ സമയത്തോളം ചെലവ് വെച്ചപ്പോ കൂടാം. പിന്നെ കസ്റ്റമേഴ്സ് ഗെറ്റ് മോർ സാറ്റിസ്ഫാക്ഷൻ വേർ ദേ ബൈ ഗുഡ്സ് റീസണബിൾ പ്രൈസസ്. ഇവിടെ കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് റീസണബിൾ പ്രൈസിന് ഗുഡ്സ് കൊടുക്കുക എന്നുള്ള, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അടുത്തത്, ഇറ്റ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ലോ. അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ടിപ്പിക്കലി ലീഡ്സ് ടു ഹയർ പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ്. അതായത് സ്കേഴ്സിറ്റി ഓഫ് ദ റിസോഴ്സസ് ടിപ്പിക്കലി ലീഡ്സ് ടു ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ്, നോട്ട് ലോവർ കോസ്റ്റ്. വെൻ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ദ പ്രൈസസ് ടെൻഡ് ടു റൈസ്. നമുക്ക് റിസോഴ്സസ് കുറവാണെങ്കിൽ അതിന്റെ അതായത് റിസോഴ്സസ് വളരെ ടിപ്പിക്കലി ലീഡ്സ് ടു ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ്. സ്കേഴ്സ് റിസോഴ്സസ് കുറവാണ്, ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലോവർ കോസ്റ്റ് അല്ല വരും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ കോംപ്രഹെൻസീവ് ടേം വിച്ച് ഇൻക്ലൂഡ് കോസ്റ്റിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ കോംപ്രഹെൻസീവ് ടേം വിച്ച് ഇൻക്ലൂഡ് കോസ്റ്റിംഗ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് കോംപ്രഹെൻസീവ് ടേംസ്, അതായത് the statement is true. The cost accounting is a broader term. കോസ്റ്റിങ്ങിനെ സമയത്തോളം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അനലൈസ് ചെയ്താൽ കാണും. അതിന്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സിൽ വരുന്ന ചെലവുകൾ, അതുപോലെ തന്നെ ഗുഡ്സ് വിൽക്കുന്നതിന്, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഡാറ്റ ഫോർ മാനേജ്ഡ് ഡിസിഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സമയത്ത് ഒരു മാനേജ്ഡ് ഡിസിഷൻ മേക്കിംഗ്.
മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്യുന്നത് അതിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ ലഭ്യമാവുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. വീണ്ടും ഈ ഫോർ മെയിൻ ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റിംഗ്, ഈ എന്തെല്ലാം ഒബ്ജക്ട്സ് ആണ് കോസ്റ്റിംഗിലുള്ളത്? ഫസ്റ്റ് വൺ, കോസ്റ്റ് അസർടൈൻമെന്റ്. കോസ്റ്റ് അസർടൈൻമെന്റ് അതായത് കോസ്റ്റ്, ഓരോ ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെലവുകൾ എത്രയാണ്, അത് കോസ്റ്റ് അസർടൈൻ, എന്ത് മാത്രം ചെലവുകൾ വന്നിട്ടുണ്ട്, അതാണ് കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, കോസ്റ്റ് കൺട്രോൾ. ഇപ്പൊ കോസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റിനെ നിയന്ത്രിക്കപ്പെടും. പിന്നെ പ്രോഫിറ്റ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എ കോസ്റ്റ് അസർടൈൻമെന്റ്, സെക്കൻഡ് വൺ ഈസ് എ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൂടുതലാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണം. ആൻഡ് പ്രോഫിറ്റ് ഡിറ്റർമിനേഷൻ, പ്രോഫിറ്റ് എത്ര കിട്ടും ഒരു ഡിറ്റർമിൻ ചെയ്യും. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട്, നമ്മൾ എങ്ങനെയാ ഗുഡ്സുകൾ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകൾ എവിടെ കൊണ്ടുപോയി വിൽക്കണം, എങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കണം. ഇനി സ്റ്റേറ്റ് ഫോർ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഒന്ന്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സമയത്തോളം കോസ്റ്റ് അക്കൗണ്ടിങ് അതിന്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രൈമറി പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ about the cost of producing goods or services with an organization. It is used for the internal management purpose, such as cost control and pricing and decision and performance evaluation. ഈ കോസ്റ്റിങ്ങിന്റെ സമയത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോസ്റ്റ് കൺട്രോൾ, അതിന്റെ പ്രൈസ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ സാധിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നല്ല, ഒരു വർഷത്തിന്റെ അവസാനം അതിന്റെ പ്രൊവൈഡിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ്, ഇവരൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസിസിലാണെന്നോ കോസ്റ്റ് അക്കൗണ്ടിങ് ബേസിസിലല്ല. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യപ്പെടുന്നത്, അതിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ മാനേജ്മെന്റ് എംപ്ലോയീസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമയത്തുള്ള ഔട്ട്സൈഡേഴ്സ് ആണ് കൂടുതൽ. അത് ഔട്ട്സൈഡേഴ്സ് കൊണ്ടുള്ള കണക്ഷൻ ആണ് ഉള്ളത്. അതായത് ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവരാണ് കൂടുതൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നത്. കോസ്റ്റ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു വർഷത്തിന്റെ അവസാനം കൊടുക്കണം. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊഡ്യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി ടൈം ഫ്രെയിം, കോസ്റ്റ് അക്കൗണ്ടിങ് സമയത്തോളം കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് റിയൽ ടൈം ഓർ പീരിയോഡിക് കോസ്റ്റ് ഡാറ്റ ദാറ്റ് ക്യാൻ യൂസ് ഫോർ ദ ഇമ്മീഡിയറ്റ് ഡിസിഷൻ. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് നമ്മൾ, അത് ഇന്ന ടൈമൊന്നുമില്ല, അതിന്റെ ചെലവ്, അതിന്റെ ഒരു പ്രത്യേകമായ ഒരു പീരിയോഡിക് രീതിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സമയത്തോളം ഒരു വർഷത്തിന്റെ അവസാനമാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതില് കോസ്റ്റ് അക്കൗണ്ടിങ് ക്യാൻ ഡാഷ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും കോസ്റ്റ് അക്കൗണ്ടിങ് ക്യാൻ ദ ഫ്യൂച്ചർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അത് ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണുകയാണ്. അടുത്തത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഗീവ് ദ ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ് ഫോർ ദ പർപ്പസ്. ഇപ്പോൾ മാനേജ്മെന്റ് ഏത് എംപ്ലോയീസ് വെൽഫെയറിന്റെ, ഡിസിഷന്റെ, എഫിഷ്യൻസിന്റെ, പ്രോഫിറ്റബിൾ, അത് ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോം ദ പാർട്ട് ഓഫ് ദി അക്കൗണ്ട് ഡാഷ് കം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണലാണ്, ഇന്റേണൽ ആയിട്ട് ഒരു കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ഫാക്ടറിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ഡാഷ് ഫിഗേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആക്ച്വൽ ബേസിസിലാണ്. കോസ്റ്റ് റെക്കോർഡ് മസ്റ്റ് ഓൾസോ ബി മാനേജ്മെന്റ്, അതിന് ഓഡിറ്റഡ് ഉണ്ട്, പ്രിപ്പയർഡ് ഉണ്ട്, വെരിഫൈഡ്, അനലൈസ് ഉണ്ട്. ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് മസ്റ്റ് ഓൾസോ ബി ഡാഷ് മാനേജ്മെന്റ്, അവിടെ ഉദ്ദേശിക്കുന്നത് വെരിഫൈഡ് മാനേജ്മെന്റ്. ഇനി
list for major advantage of accounting. The advantage, then the next day. Today finish the class.
ഗോവയില് ആക്സിഡന്റ്, ഗോവയില് ബോട്ട് ആക്സിഡന്റ്. 64 പേര് മിസ്സിംഗ് ആണ്. 23 ബോഡി കിട്ടി. ആക്സിഡന്റ് ടുഡേ. ഇപ്പൊ ന്യൂസിൽ വരാൻ പോണേ ഉള്ളൂ. എല്ലാ ബോട്ടപകടങ്ങളും ഓവർലോഡാണ്. ഒരു കഷ്ടം. എന്റെ അമ്മോ, അതൊരു പക്ഷെ ശരിയാ. ഈ വെള്ളം കയറി ഇത് വേറൊന്നും അല്ലാത്ത ഒരു വസ്തുക്ക് വന്നിട്ട് ആൾക്കാര് ഒരെണ്ണം ബോട്ടിന്റെ മുകളിൽ കയറി ഇരിക്കട്ടോ. അപ്പത്തേക്ക് പിടിച്ചാരാ?
ഒക്കെയുടെ ഒരു വശത്തേക്ക് വന്നിട്ടാണ് ഇതിനു മുമ്പ് നടന്ന എല്ലാ അപകടങ്ങളും ഒരെണ്ണം നിറവേറ്റേണ്ടിരിക്കണം എന്നാ ചെയ്യുന്നത്. ദൈവമേ ഇതെന്നെ കാണിച്ചേക്കണത് നിറച്ചാണ്. ഒരു മനുഷ്യനെ ബോട്ടിന്റെ മുകളിൽ കൊടുത്ത് ഒരു ദിവസമായിട്ടാണ്. അടുത്ത് നിങ്ങൾ നീന്തണ്ടല്ലോ. നീന്താനെ കടലല്ലേ ഞാൻ മുങ്ങിപ്പോട്ടാ. പുഴയൊക്കെ പുഴയാണെങ്കിലും ഒന്നും കയറൂല. ഗോവ ആക്സിഡന്റ് ടുഡേ 23 ബോഡീസ് റിക്കവേർഡ്, 40 പീപ്പിൾ റെസ്ക്യൂഡ് ആൻഡ് 64 മിസ്സിംഗ്. എന്തോരം മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോയി ഇവര്. 40 പേര് രക്ഷപ്പെട്ടു കേട്ടോ. ഗ്രീഡ് ഓഫ് ദ ബോട്ട് ഓണർ ഇൻ ഓവർലോഡിങ്, ഓവർ കോൺഫിഡൻസ് ഓഫ് ട്രാവലേഴ്സ് ടു, വെരി സാഡ് ട്രാജിക്. ജേക്കബ് കോശിയാണല്ലോ കേട്ടോ അങ്ങനെ. എന്റെ കർത്താവ്, ഇതിലാണല്ലോ ഇത് വന്ന മുഴുവൻ. ഈ ആവശ്യമില്ലാതെ ഇതിങ്ങനെ തുറന്നു നോക്കണ്ട കേട്ടോ. ഒരുപാട് ഇങ്ങനെ കൊള്ളില്ല. ഇത് നേരാണാവോ? ഫോൺ ആ ചക്കം കൊണ്ടുവന്നത് വെള്ളത്തിൽ കൊള്ളാമോ? അവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരൊന്നും കൊണ്ടുവരുന്ന അതിന് കൊണ്ടല്ലോ. എന്തായാലും മനാഫിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റാം.